ഹേ പീപ്സ്, അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളതെന്ന് പറയുന്നത് 2024 പുറത്തിറങ്ങിയ വാനിഷ്ഡ് ഇൻറ്റു നൈറ്റ് എന്ന് പറയുന്ന ഒരു കിഡിലൻ ഇറ്റാലിയൻ മൂവിയാണ്. അതായത് ഒരു മാരക ട്വിസ്റ്റസും അതുപോലെ തന്നെ ഒരു നിമിഷം മുതൽ നമ്മളെ ബോറടിപ്പിക്കാതെ ഇങ്ങനെ പിടിച്ചെടുത്താൻ പറ്റുന്ന ഒരു കിഡിലൻ മൂവിയാണ് വാനിഷ്ഡ് ഇൻറ്റു നൈറ്റ് എന്ന് പറയുന്നത്. നമ്മളിതിൻ്റെ സമ്മറിയോ കാര്യങ്ങളൊന്നും പറയുന്നില്ല, ഡയറക്റ്റ് നമ്മൾ മൂവി എക്സ്പ്ലനേഷനോട്ട് പോവുകയാണ്. അതിന് മുമ്പായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യാത്തവർ ആരുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നോട്ടിഫിക്കേഷൻ ഓൺ ആക്കാത്തവരുണ്ടെങ്കിൽ ഓൺ ആക്കുക. ഓക്കെ, അപ്പോൾ ആദ്യം മൂവി സീനിൽ നിന്ന് കാണിക്കുന്നത് പറയുന്നത് ഇതുപോലൊരു ബോട്ടും ഒരു ഫാമിലിയാണ് കാണിക്കുന്നത്. ഈ ഫാമിലി ഇയാളെ കണ്ടോ, ഇയാളാണ് ഇതിലത്തെ ഹീറോ എന്ന് പറയുന്നത്. പാട്രോ എന്നാണ് ഇയാളുടെ പേര്. അതുപോലെ തന്നെ ഇയാളുടെ വൈഫായിട്ടുള്ള എലീനയും ഉണ്ട്. ഓക്കെ, പിന്നെ ഇവരുടെ 2 കുട്ടികളുണ്ട്. ഇപ്പോൾ ഇവരാണ് ഇതിലത്തെ മെയിൻ ക്യാരക്ടേഴ്സ് എന്ന് തന്നെ പറയുന്നത് ഈ മൂവിയുടെ. അപ്പോൾ ഇവരിങ്ങനെ സ്വിമ്മിങ്ങും ഫിഷിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് ഇങ്ങനെ നല്ല രീതിയിൽ സന്തോഷത്തോടെ പോയിക്കൊണ്ട് നിൽക്കുമ്പോൾ പെട്ടെന്ന് ഇവരുടെ കുട്ടികളെ കാണാനില്ല, വാനിഷ് ആവാണ്. ഓക്കെ, വാനിഷ് ആവാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ വെള്ളത്തിലിറങ്ങി കളിക്കുമ്പോൾ ഇവരെ കാണാനില്ല. അപ്പോൾ പാട്രി വലിയ നല്ല തിരയുന്നുണ്ട്, അവർ നല്ല ടെൻഷൻ ആവുന്നുണ്ട്. അപ്പോൾ ആ സീൻ അവിടെ നിന്ന് ടൈപ്പിൻ്റെ കാണിക്കുന്ന സീൻ എന്ന് പറയുന്നത് തന്നെ ഒരു ജഡ്ജും അതുപോലെ തന്നെ അവരുടെ 2 ആൾക്കാരും ഇരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ എലീനയും പാട്രിയും ഉണ്ട്. അപ്പോൾ ഇവർ സത്യം പറഞ്ഞാൽ എന്തിനാണ് വന്നിട്ടില്ലെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ ഡൈവോഴ്സിൻ്റെ കാര്യത്തിനായിട്ട് വന്നിരിക്കുകയാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പാട്രിയൊക്കെ ദുശീലുണ്ട്. എന്ന് വെച്ചാൽ ഗാംബ്ലിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്ത് കുറേ ക്യാഷും അതുപോലെ തന്നെ കുറേ കടങ്ങളും വരുത്തി വെച്ചിട്ടുണ്ട്. ഈ എലീന എന്ന് പറയുന്നത് തന്നെ ഒരു പഠിപ്പും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു പെണ്ണ് തന്നെയാണ്. അതുകൊണ്ട് ഇവൾ സത്യം പറഞ്ഞാൽ ഇറ്റാലിയൻകാരിയല്ല, അമേരിക്കക്കാരിയാണ്. അപ്പോൾ ഇവൾ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇവനെ ഡൈവോഴ്സ് ചെയ്തിട്ട് ഇവൾക്ക് തിരിച്ച് അമേരിക്കയിലോട്ട് കുട്ടികളായിട്ട് പോകണം എന്നാണ് ഇവൾ പറയുന്നത്. അതിനായിട്ടാണ് ഇവിടെ വന്നിട്ടുള്ളത്. അങ്ങനെ ഒരു അണ്ടർസ്റ്റാൻഡിലാണ് ഇവർ വന്നിട്ടുള്ളത് പോലും. ഇവർക്ക് 2 ആൾക്കും ഒരു ഇതുണ്ട്, വക്കീൽമാരും ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇതിലൂടെ വക്കീൽ പറയുന്നുണ്ട്, എന്താ പറയുക, അല്ല എൻ്റെ ക്ലയൻറ്റിൻ്റെ കയ്യിൽ നിന്ന്, അതായത് ഹീറോയിൻ്റെ വക്കീൽ പറയുന്നുണ്ട്, ക്ലയൻറ്റിൻ്റെ കയ്യിൽ നിന്ന് ഹോട്ടൽ ബിസിനസ് എന്നുകൊണ്ട് കുറേ ക്യാഷ് ഹീറോ വാങ്ങിച്ചു കൊണ്ടിട്ടുണ്ട്, അത് തിരിച്ച് കൊടുക്കേണ്ട വരും എന്നൊക്കെ പറയുന്നുണ്ട് ഡൈവോഴ്സിന് ശേഷം. അപ്പോൾ നമ്മുടെ ഹീറോൻ്റെ ഇതും പറയുന്നുണ്ട്, ഹീറോൻ്റെ വക്കീൽ പറയുന്നുണ്ട് അതൊക്കെ തരാം, പക്ഷേ നിങ്ങളുടെ ഇത്ര ഡ്രഗ് അഡിക്റ്റ് ആയിട്ടുള്ള ഒരു സ്ത്രീക്ക് എങ്ങനെയാണ് ഇത് തൻ്റെ കുട്ടികളെ തിരിച്ചു കൊടുക്കുക എന്നും ഇവർ പറയുന്നുണ്ട്. അപ്പോൾ പെട്ടെന്ന് പാട്രിയോട് പറയുകയാണ് അങ്ങനെയൊന്നുമില്ല, അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അമേരിക്കയിൽ ചെറിയൊരു ആക്സിഡൻറ്റ് പറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആക്സിഡൻറ്റ് പറ്റിയതിനെ തുടർന്ന് ഡോക്ടേഴ്സ് ഒരു ഡ്രഗ് പോലെ കൊടുത്തതാണ്, ഒരു പെയിൻ കില്ലർ പോലത്തെ ഡ്രഗ് കൊടുത്തതാണ്, അല്ലാതെ വേറെ ഒന്നുമല്ല എന്ന് പാട്രിയോട് പറയുന്നുണ്ട്. അപ്പോൾ അവിടുന്ന് സീൻ കട്ടിട്ട് നമ്മൾ നേരെ ആദ്യത്തെ സീനിലോട്ട് തന്നെ വരികയാണ്. അതായത് എലീനയും പാട്രിയും കൊണ്ട് വളരെ ടെൻഷനായിക്കൊണ്ട് കുട്ടികളെ തിരഞ്ഞുകൊണ്ട് നിൽക്കുകയാണ്. അപ്പോഴാണ് നമുക്ക് കാര്യം മനസ്സിലാവുന്നത്, കുട്ടികൾ എവിടെയും പോയിട്ടില്ല, അവർ ഇവരെ കളിപ്പിക്കാൻ വേണ്ടിയിട്ട് ആ ബോട്ടിൽ തന്നെ ഒളിച്ചിരിക്കുക എന്നുള്ള സംഭവമാണ്. അപ്പോൾ ഇത് നമുക്ക് മനസ്സിലാവും, ഇതായിരുന്നു ഈ കുടുംബം അവസാനമായിട്ട് സന്തോഷമായി ജീവിച്ച ദിവസം എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് അടുത്ത സീൻ എന്ന് പറയുന്നത് തന്നെ നമ്മൾ ഈ പാട്രിയും എലീനയും സെപ്പറേറ്റാണ് ഇപ്പോൾ താമസിക്കുന്നത് തന്നെ. ഓക്കെ, സെപ്പറേറ്റാണ് താമസിക്കുന്നത്. എലീനയുടെ കൂടെയാണ് ഇപ്പോൾ കുട്ടികളുള്ളതും. അതുപോലെ തന്നെ എലീനയ്ക്ക് പെട്ടെന്ന് പുറത്തേക്ക് പോകേണ്ട ഒരു ആവശ്യം വന്നതുകൊണ്ട് തന്നെ നമ്മൾ പാട്രിയോനെ വിളിച്ചിട്ട് പറയുകയാണ്, നീ ഇന്ന് വന്ന് കുട്ടികളെ കൊണ്ടുപോകും എന്ന് പറഞ്ഞിട്ട് പാട്രിയോ അതനുസരിച്ച് വന്നിരിക്കുകയാണ് കുട്ടികളെ കൊണ്ടുപോകാനായിട്ട്. അവർ ഇന്നലെ സംസാരിച്ച കുറച്ച് എഗ്രിമെൻറ്റ്സിൻ്റെ കാര്യങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട് ഈ സീൻസിലൊക്കെ. അതായത് ഇന്നലെ ആ വക്കീൽ പറഞ്ഞ ക്യാഷൊന്നും എനിക്ക് വേണ്ട, അതെന്തുകൊണ്ടാണ് ആ വക്കീൽ അങ്ങനെ പറഞ്ഞതെന്ന് എനിക്കറിയത്തില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പോവുകയാണ്. അപ്പോൾ പാട്രി പറയുകയാണ് അതൊന്നും കുഴപ്പമില്ല, നീ കുട്ടികളെ വിളിക്കുക, ഞാൻ കുട്ടികളായിട്ട് വേഗം പോകട്ടെ എന്ന് പറഞ്ഞിട്ട് കുട്ടികളായിട്ട് പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അടുത്ത സീനിൽ കാണിക്കുന്നത് പറയുന്നത് നമ്മുടെ ഹീറോ നേരെ കുട്ടികളോട്ട് വന്നിട്ടുള്ളത് ആ ബോട്ടിലോട്ട് തന്നെയാണ്. അപ്പോൾ ആ ബോട്ടിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ പെട്ടെന്ന് ഓപ്പോസിറ്റ് വേറൊരു ബോട്ട് വരുന്നുണ്ട്. ഈ ബോട്ടിൽ നിന്ന് വരുന്ന ആളുടെ പേരാണ് നിക്കോളാസ്. ഇത് നമ്മുടെ ഹീറോയുടെ പഴയൊരു ഫ്രണ്ടാണ്. ഓക്കെ, അപ്പോൾ നിക്കോളാസ് എന്തെല്ലോ പറയുന്നുണ്ട്, പക്ഷേ നമ്മുടെ പാട്രിയോ തിരിഞ്ഞു പോലും നോക്കുന്നില്ല ഇയാളെ. പക്ഷേ കുട്ടികളെ ആ ബോട്ടിൽ കയറണമെന്ന് വാശി പിടിച്ചുകൊണ്ട് മാത്രം അവരെ കുറച്ച് നേരം ആ ബോട്ടിലോട്ട് വിട്ടതിന് ശേഷം നമ്മുടെ പാട്രിയോ നേരെ കുട്ടികളുമായിട്ട് തൻ്റെ വീട്ടിലോട്ട് വരികയാണ്. അപ്പോൾ വീട്ടിലോട്ട് വരുമ്പോഴാണ് നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിൽ തന്നെ ഒരാൾ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇയാൾ ആരാ നോക്കുമ്പോൾ നമ്മുടെ ഹീറോ കടം വാങ്ങിച്ച ഒരാളാണ്. അപ്പോൾ ഇയാൾ വന്നിട്ട് എന്താ പറയുക, തൻ്റെ പൈസ വേണം എന്നെല്ലാം പറയുന്നുണ്ട്. അപ്പോൾ ഹീറോ പറയുന്നുണ്ട്, നിന്നോട് പറഞ്ഞിട്ടില്ലേ ഇതുപോലത്തെ ഡീലിങ്സ് ഒന്നും കുട്ടികളുടെ മുമ്പിൽ ചെയ്യരുത്, എന്തുകൊണ്ടാണ് ഇവിടെ വന്നിട്ടുള്ളതെന്നൊക്കെ പറയുമ്പോൾ ഇയാൾ ചൂടായിട്ട് പറയുകയാണ്, എന്ത് ഞങ്ങളിൽ നിന്ന് കാശ് വാങ്ങിയതും പോരാ, എന്നിട്ട് കാശ് തിരിച്ചു ചോദിക്കുമ്പോൾ നീ ചൂടാവുന്നു എന്നെല്ലാം പറഞ്ഞിട്ട് ഇവിടെ കുറച്ച് ചെറിയ സീനും കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്നുണ്ട്. ഇപ്പോൾ ഇയാൾ പറയുന്നുണ്ട്, നിൻ്റെ ബിസിനസ് എല്ലാം പൊട്ടിയെന്ന് എനിക്കറിയാം, അതുകൊണ്ട് എൻ്റെ പൈസ ഇപ്പോൾ തന്നെ കിട്ടിയേ പറ്റത്തുള്ളൂ, നീ വീട് വിറ്റിട്ടായാലും എൻ്റെ പൈസ കിട്ടിയേ പറ്റത്തുള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഇയാൾ പറയുന്നത് വീടൊന്നും വെക്കാൻ പറ്റത്തില്ല, എനിക്ക് കുറച്ച് ടൈം മാത്രം തന്നാൽ മതി, ഞാൻ പൈസ എങ്ങനെ തരാമെന്നൊക്കെ പറഞ്ഞ് ഇയാളെ വിടുന്നുണ്ട്. ഇയാളാണെങ്കിൽ കുറച്ച് ആ നോട്ടം നോക്കിയിട്ടാണ് പോകുന്നത്. അതുപോലെ തന്നെ ഈ കാറിലിരിക്കുന്ന ഒരാൾ ഈ കുട്ടികളെ വാച്ച് ചെയ്യുന്നതും പാട്രി ശ്രദ്ധിക്കുന്നുണ്ട്. അതിനുശേഷം നമ്മുടെ ഹീറോ കുട്ടികളെ കുളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കുളിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ ചെക്കനെ ഫ്ലഷ് അമർത്തിയിട്ട് പറയുകയാണ്, ഇത് പ്രോപ്പറായി വർക്കാവുന്നില്ലല്ലോ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഹീറോ പറഞ്ഞു കൊടുക്കുന്നുണ്ട്, അതങ്ങനെയല്ല, 2 വട്ടം ഇതുപോലെ അമർത്തണം എന്നാൽ മാത്രമേ ഇത് പ്രോപ്പറായി വർക്കാവത്തുള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട്. അതിനുശേഷം നമ്മളെ ഹീറോ കുട്ടികളുമായിട്ട് ബെഡ്റൂമിലോട്ട് പോകണം. ബെഡ്റൂമിലോട്ട് പോയതിന് ശേഷം അവരെ ഉറക്കാനുള്ള തിരക്കിലാണ്. അപ്പോൾ അവരെ നൈസായിട്ട് ഹീറോ എന്ത് ചെയ്ത്
ഉറക്കി കെടുത്തതിന് ശേഷം ഒരു ടി വിയും കാര്യങ്ങളൊക്കെ വെച്ചതിന് ശേഷം ഹീറോ എന്ത് ചെയ്യാം, ജസ്റ്റ് ഡ്രിങ്ക്സും കാര്യങ്ങളൊക്കെ അടിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ അത്യാവശ്യം ഡ്രിങ്ക്സും കാര്യങ്ങളൊക്കെ അടിച്ചു നോക്കുമ്പോൾ പെട്ടെന്ന് ഈ ചെക്കനില്ലേ, ഈ ചെക്കൻ വന്നിട്ട് പറയാം പുറത്തെന്തോ മോൺസ്റ്ററിനെ കണ്ടു ഞാൻ എന്നൊക്കെ പറയുന്നുണ്ട്. എന്തോ മോൺസ്റ്റർ പോലത്തെ എന്തോ കണ്ടു എന്നൊക്കെ പറഞ്ഞതിന് ശേഷം അപ്പോൾ ഈ ഹീറോ അത് കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ട് അവനായിട്ട് പോയിട്ട് ഇവിടെ മോൺസ്റ്റർ ഒന്നും കാണാനില്ലോ എന്നൊക്കെ പറഞ്ഞ് നോക്കുമ്പോൾ ഇവിടെ ഇലയാണ്. ഈ ഇല കണ്ടിട്ടാണ് നീ മോൺസ്റ്റർ എന്ന് പറഞ്ഞിട്ടെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ആ ചെക്കനെ എന്തെല്ലോ പറഞ്ഞിട്ടൊക്കെ വീണ്ടും കെടുത്താൻ പോയി. അവൻ കെടുത്തി. ഓക്കെ, കെടുത്തതിന് ശേഷം ഹീറോ എന്ത് ചെയ്തു, ഹീറോ വീണ്ടും ഡ്രിങ്ക്സും കാര്യങ്ങളൊക്കെ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അടിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് എന്താ പറയുക, ആകെ മൈൻഡ് ഔട്ടായി പോവുകയാണ് ഹീറോ. അതിനുശേഷം ആ ചെങ്ങായെ വാച്ച് ചെയ്തതും അതുപോലെ തന്നെ കുട്ടികളെ വാച്ച് ചെയ്തല്ലോ, എന്തെങ്കിലും കുട്ടികൾക്ക് പറ്റിയോ എന്നൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് ഹീറോ ചെന്ന് നോക്കുമ്പോൾ കുട്ടികളെ കാണാനില്ല. കുട്ടികൾ അപ്പം തന്നെ വാനിഷ് ആയിരിക്കുന്നു. എവിടേക്ക് പോയെന്ന് അറിയത്തില്ല. എല്ലായിടത്തും നോക്കി ഹീറോ, എവിടെ നോക്കിയിട്ടും കുട്ടികളെ കാണാനില്ല. ബെഡിൻ്റെ അടിയിൽ നോക്കി, ഡ്രോയിൽ നോക്കി. ഇനി അഥവാ അന്നത്തെ പോലെ ഒളിച്ചിരിക്കാവും എന്ന് വെച്ചിട്ട് അന്ന് ബോട്ടി വെച്ച് ഒളിച്ചിരുന്നില്ലേ, അതുപോലെ ഒളിച്ചിരിക്കുക വെച്ചിട്ട് ഹീറോ കുറേ പേരും കാണൊക്കെ വിളിച്ചുകൊണ്ട് നോക്കുന്നുണ്ട്. ബട്ട് എവിടെയും കാണാനില്ല. സ്റ്റിൽ എവിടെയും കാണാനില്ല. പുറത്തിറങ്ങി നോക്കുന്നുണ്ട്, എവിടെയും കാണാനില്ല. ലാസ്റ്റ് ഭാര്യ വിളിക്കുന്നുണ്ട്. ഓക്കെ, ഭാര്യ ഹീറോയ്ക്ക് വിളിക്കുന്നുണ്ട്. ഹീറോയ്ക്ക് വിളിച്ചിട്ട് പറയാണ്, എന്താ പറയുക, കുട്ടികളെവിടെയെന്ന് ചോദിക്കുകയാണ്. എനിക്ക് കുട്ടികളെ കാണണം എന്നൊക്കെ പറയുമ്പോൾ നാളെ വന്ന് കുട്ടികളെ കൊണ്ടുവന്നൊക്കെ പറയുന്നുണ്ട് ഭാര്യ. പക്ഷേ ഹീറോയ്ക്ക് വേറെ വഴിയില്ല, സത്യം പറഞ്ഞേ പറ്റത്തുള്ളൂ. ഹീറോ പറഞ്ഞു കുട്ടികളെ കാണാനില്ല എന്ന് പറഞ്ഞപ്പോൾ ഭാര്യ പറഞ്ഞു നന്നായി നോക്ക്, നീ ഡ്രിങ്ക്സൊക്കെ അടിച്ചതുകൊണ്ടായിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് നന്നായി ഇവിടെയൊക്കെ നോക്ക്, കുട്ടികൾ ഈ രാത്രി ഇങ്ങോട്ട് പോകാനാ എന്നൊക്കെ പറഞ്ഞിട്ട് നോക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഹീറോ പറയുന്നുണ്ട് എനിക്ക് ഉറപ്പാണ് കുട്ടികളെ കാണാനില്ല എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ ഭാര്യയ്ക്ക് എന്താ പറയുക, സംഗതിയുടെ സീരിയസ്നെസ് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ തിരിച്ച് വരുന്നുണ്ട്. ഹീറോയുടെ വീട്ടിലോട്ട് വന്നതിന് ശേഷം തുടങ്ങി നല്ല രീതിയിൽ ചൂടാവുന്നുണ്ട് ഹീറോയോട്. ഇനി എന്താണ് കാണിക്കുന്നത്, ഡ്രിങ്ക്സ് അടിച്ചിരിക്കുക, എന്താ പറയുക, പിള്ളേരെ നോക്കാറില്ല, എനിക്ക് എങ്ങനെയാണ് ഇതൊക്കെ സെറ്റാവുക എന്നൊക്കെ പറഞ്ഞിട്ട് ആകെ ചൂടാവുന്നുണ്ട്. അപ്പോൾ അങ്ങനെ നിൽക്കുമ്പോൾ പെട്ടെന്ന് നമ്മുടെ ഹീറോയുടെ ഫോണിലോട്ട് ഒരു കോൾ വരുന്നുണ്ട്. അത് അറ്റൻഡ് മനസ്സിലാകുന്നത് മറ്റാരുമല്ല, കുട്ടികളെ തട്ടിക്കൊണ്ടുപോയി തന്നെയാണ്. അപ്പോൾ അവർ പറയുന്നത് വെച്ചാൽ നീ ഞാൻ പറയുന്ന എമൗണ്ട് ഇന്ന സ്ഥലത്തോട്ട് എത്തിക്കുകയാണ് നിങ്ങൾക്ക് കുട്ടികളെ സേഫായിട്ട് കൊണ്ടുപോകുക, അല്ല നീ പോലീസിനെ അറിയിക്കാനാണ് നിൻ്റെ തീരുമാനമെങ്കിൽ ഇതുവരെ കുട്ടികൾ സേഫാണ്, ഇനി അങ്ങനെ ആയിരിക്കത്തില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഭീഷണിപ്പെടുത്തിക്കൊണ്ട് ആ വോയിസ് മെയിൽ കട്ടാവുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം ഹീറോ എന്താ പറയുക, ഇതാരാന്നൊന്നും അറിയാതെ ഇന്ന് രാവിലെ വന്നവരായിരിക്കും എന്ന് വിചാരിച്ച് അവരെ കുറേ നേരം കോൾ ചെയ്യുന്നുണ്ട്. ഓക്കെ, രാവിലെ വന്ന് പ്രശ്നം ഉണ്ടാക്കിയില്ലേ, അവരെ കുറേ നേരം കോൾ ചെയ്യുന്നുണ്ട്. പക്ഷെ അവരെ കിട്ടുന്നില്ല. അതുകൊണ്ട് തന്നെ ഹീറോ എന്ത് ചെയ്യുകയാണ്, അവർക്കൊരു വോയിസ് മെയിൽ അയക്കുകയാണ് ചെയ്യുന്നത്. എന്താ പറയുക, മരത്തല്ല നിങ്ങളൊക്കെ ഞാൻ പറഞ്ഞാൽ എനിക്ക് കുറച്ച് ടൈം തന്നാൽ മതി എന്നുള്ളത്, ഞാൻ പൈസ തരാം എന്നൊക്കെ പറഞ്ഞതല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് എന്നിട്ട് പറയുന്നുണ്ട് കുഴപ്പമില്ല, ഞാൻ എൻ്റെ വീടും പരിസരമൊക്കെ തരാം, അതല്ല നിങ്ങൾക്ക് വേണ്ടത്, എനിക്ക് നിങ്ങൾ കുട്ടികളെ മാത്രം കിട്ടിയാൽ മതി, സേഫായിട്ട് കിട്ടിയാൽ മതി എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു വോയിസ് മെയിൽ അയച്ച് വിടുന്നുണ്ട്. ഓക്കെ, അതിനുശേഷം അതൊക്കെ അയച്ചതിന് ശേഷം തിരിച്ച് വരുമ്പോൾ നമ്മുടെ ഭാര്യ നിർത്തുന്നില്ല, വീണ്ടും പൊട്ടിത്തെറിക്കുന്നുണ്ട്. നീ എന്താണ് കാണിക്കുന്നത്, നീ എന്താണ് ചെയ്തത് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ശ്രദ്ധയില്ല എന്നൊക്കെ പറയുന്നുണ്ട്. നീ എങ്ങനെയാണ് ഇത്ര എമൗണ്ട് ഒപ്പിച്ചു കൊടുക്കുക, നിങ്ങൾക്ക് നിങ്ങൾ എത്ര വേണം കടം, എന്താ പറയുക, എങ്ങനെ എത്ര പെട്ടെന്ന് കോടികൾ ഒപ്പിക്കുക എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ പെട്ടെന്ന് നീ നമ്മുടെ പാറ്ററി വരുന്നുണ്ട്, നീ ഒന്ന് മിണ്ടാണ്ട് നിൽക്കുമോ, അതന്നെ ഞാൻ ചിന്തിക്കുന്നത് എങ്ങനെ പൈസ ഒപ്പിക്കുക എന്നുള്ളത്. അപ്പോഴാണ് നമ്മുടെ ഭാര്യ പറയുന്നത് ഇനി ആകെ ഒരു വഴിയുള്ളൂ, ഇത്ര പെട്ടെന്ന് ഇത്ര ഹ്യൂജ് എമൗണ്ട് ഒപ്പിക്കണമെങ്കിൽ ആകെ ഒരു വഴിയുള്ളൂ എന്ന് പറയുന്നുണ്ട്. മറ്റവരല്ല, നമ്മുടെ നിക്കോളാസ്. നമ്മുടെ പാട്രി ആദ്യം പറയുന്നുണ്ട് അതൊന്നും വേണ്ട, നിക്കോളാസിൻ്റെ ഒന്നും ക്യാഷൊന്നും വേണ്ട എന്നൊക്കെ പറയുന്നുണ്ട്. അതായത് ഇവർ ചെറിയൊരു പ്രശ്നം കാര്യങ്ങളൊക്കെ ഉണ്ട്, പണ്ടത്തെ ചെറിയൊരു പ്രശ്നം കാര്യങ്ങളൊക്കെ ഉണ്ട്, അതുകൊണ്ട് തന്നെ വേണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. എന്നാലും പാട്രിക്ക് വേറെ വഴിയില്ല. ഓക്കെ, വേറെ വഴിയില്ലാത്തതുകൊണ്ട് രണ്ടാം കൂടി പോകുന്നുണ്ട്. അതിനുശേഷം നമ്മുടെ നിക്കോളാസിൻ്റെ വീടിൻ്റെ മുന്നിൽ എത്തുമ്പോൾ തന്നെ നമ്മുടെ പാട്രി വരുന്നുണ്ട്, നീ ഇവിടെ നിൽക്ക്, ഞാൻ പോയി ഡീൽ ചെയ്തിട്ട് വരാം, ഞാൻ ഒറ്റയ്ക്ക് പോവാം എന്നൊക്കെ പറഞ്ഞിട്ട് പോകുന്നുണ്ട്. അതിനുശേഷം പറയുന്നുണ്ട് എനിക്ക് ഇത്ര എമൗണ്ട് വേണം, എൻ്റെ കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ നിക്കോളസ് പറയുന്നുണ്ട് ചേട്ടാ ഇത്രയും കാലം നീ വൈരാഗ്യം എന്നൊക്കെ ആയിട്ട് പെട്ടെന്ന് ഞാൻ ഇത്ര എമൗണ്ട് എന്നൊക്കെ ചോദിക്കുമ്പോൾ നമ്മൾ പാട്രി പറയും നീ തരുന്നെങ്കിൽ തന്നാൽ മതി, എന്താ പറയുക, കുട്ടികളുടെ ആവശ്യത്തിന് വേണ്ടിയിട്ടാണ്, ഞാൻ പെട്ടെന്ന് നീയേ ഉള്ളൂ അതുകൊണ്ടാണ് വന്നിരുന്നതെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ നിക്കോളസ് പറയുന്നുണ്ട് ഞാൻ തരില്ല എന്നൊന്നും പറഞ്ഞില്ലല്ലോ, കുട്ടികളുടെ കാര്യം കൊണ്ട് ഞാൻ എന്തായാലും തരും, ജസ്റ്റ് ചോദിച്ചെന്നുള്ളൂ എന്തിനാണുള്ളത്. എന്നിട്ട് നിക്കോളസ് പറയുന്നുണ്ട് ഞാൻ പൈസയൊക്കെ തരാം, പക്ഷേ നീ എനിക്ക് വേണ്ടി ഒരു കാര്യം ചെയ്യണം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമ്മുടെ പാട്രിക്ക് മനസ്സിലാവുന്നുണ്ട് എന്തോ വള്ളിയിലോട്ട് പിടിച്ചിടാനുള്ള പ്ലാനാണെന്ന്. പക്ഷേ എന്തെന്നായാലും വേറെ വഴിയില്ല, അതുകൊണ്ട് തന്നെ നമ്മുടെ പാട്രി ചോദിക്കുന്നുണ്ട് എന്താണ് ചോദിക്കുന്നുണ്ട്. അപ്പോൾ നിക്കോളസ് പറയുന്നത് അങ്ങനെ പ്രത്യേകിച്ചൊന്നുമില്ല, നിൻ്റെ ഒരു ബോട്ടില്ലേ, ആ ബോട്ടായിട്ട് ഞാൻ പറയുന്നൊരു ദ്വീപുണ്ട്, ആ ദ്വീപിലോട്ട് പോവുക, അവിടെ ഒരു കഫേ ഉണ്ട്, ആ കഫേയിൽ പോവുക, അവിടെ പോയതിനു ശേഷം ഒരു ചായ കുടിക്കുക. അപ്പോഴേക്കും കുറച്ച് ആൾക്കാർ വന്ന് നിൻ്റെ കയ്യിലോട്ട് സാധനം തരും, നിൻ്റെ കയ്യിൽ ആ സാധനം എത്തിയെന്ന് കണ്ടു കഴിഞ്ഞാൽ എനിക്ക് നോട്ടിഫിക്കേഷൻ വരും, നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞാൽ ഞാൻ എൻ്റെ കയ്യിലുള്ള ഫണ്ട് അവർക്ക് അയച്ചു കൊടുക്കുന്നതായിരിക്കും, നീ ആ സാധനമായിട്ട് നെല്ലാണ്ട് പോരുക, ഇത്രയേ ഉള്ളൂ പണിയെന്ന് പറയാം. അപ്പോൾ നമ്മുടെ ഹീറോ പറയുന്നുണ്ട് എന്താ പറയുക, നീ എന്തിനാണ് എന്നെ ഇതിലോട്ട് വലിച്ചിടുന്നത്, ഞാൻ പറഞ്ഞതല്ല എനിക്ക് ബിസിനസ്സൊന്നും ചെയ്യാൻ താല്പര്യമില്ല, ഇങ്ങനത്തെ ഇല്ലീഗൽ കാര്യങ്ങളൊന്നും ചെയ്യാൻ താല്പര്യമില്ല, ഞാൻ ഇതൊക്കെ പണ്ടേ നിർത്തിയതാണെന്നൊക്കെ പറയുന്നുണ്ട്.
അപ്പോൾ നമ്മുടെ ഹീറോ നമ്മുടെ നിക്കോളാസ് പറയുന്നുണ്ട്, ഹീറോ അല്ല സോറി നിക്കോളാസ് പറയുന്നുണ്ട്, എനിക്ക് വേണമെങ്കിൽ എൻ്റെ ആൾക്കാരെ വിടാം, പക്ഷേ നീ ആവുമ്പോൾ പ്രത്യേകിച്ച് എന്താ പറയുക ഡൗട്ടോ കാര്യങ്ങളൊന്നും അടിക്കത്തില്ല, നിനക്കാവുമ്പോൾ നിൻ്റെ ബോട്ടിന് ഡോക്യുമെൻറ്റ്സും കാര്യങ്ങളൊക്കെ ഇല്ല, അതുകൊണ്ട് പെട്ടെന്ന് പോയി വരാം, നീ GPS കാര്യങ്ങളൊന്നും ഓണാക്കണ്ട, അത് ചിലപ്പോൾ നമ്മുടെ ട്രാക്ക് ചെയ്ത് പിടിക്കാൻ ചാൻസ് ഉണ്ട്, അതുകൊണ്ട് നീ GPS കാര്യങ്ങളൊന്നും ഓണാക്കണ്ട, നിനക്ക് എന്തായാലും ദ്വീപൊക്കെ അറിയുന്നതല്ലേ, പോവുക, സാധനം എടുക്കുക, വരിക, നിൻ്റെ പണമായിട്ട് പോവുക, അത്രേ ഉള്ളൂ പണി എന്ന് പറഞ്ഞ ശേഷം വിടുകയാണ്. നമ്മുടെ പാട്രിയൊക്കെ വെച്ചെങ്കിൽ വേറെ വഴിയില്ല, പാട്രി നേരെ ഓക്കെ ഡീലിൽ നിന്ന് പറഞ്ഞിട്ട് പോവുകയാണ്. അതിനുശേഷം നടന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ഭാര്യയോട് പറയുമ്പോൾ ഭാര്യ പറയണത്, ഷെടാ നിന്നെ പൈസ ചോദിച്ചിട്ടല്ലേ വിട്ടത്, നീ എന്താ അവൻ പറയുന്ന പണിയൊക്കെ ആയിട്ട് വന്നിക്കെന്ന് പറയുമ്പോൾ എനിക്ക് വേറെ വഴിയില്ല എന്നൊക്കെ പറഞ്ഞ ശേഷം ഇരിക്കുകയാണ് നമ്മുടെ ഹീറോ പറയുന്നത്. അപ്പോൾ ഹീറോ പിറ്റേ ദിവസം രാവിലെ 6 മണിക്കാണ് നമ്മുടെ നിക്കോളാസ് അവളോട് ചെല്ലാൻ പറഞ്ഞത്. അപ്പോൾ അത് നോക്കി ഇങ്ങനെ ഇരിക്കുകയാണ്, ക്ലോക്ക് നോക്കി ഇങ്ങനെ ഇരിക്കുകയാണ്, എപ്പോഴാണ് പോകേണ്ടതെന്നുള്ള കാര്യങ്ങളൊക്കെ നോക്കിയതിന് ശേഷം അതിനുശേഷം പോകാൻ നേരത്ത് നമ്മുടെ ഭാര്യ വന്നിട്ട് പറയുകയാണ്, നീ കുടുംബത്തിന് വേണ്ടി നല്ല രീതിയിൽ കഷ്ടപ്പെടുന്നതെന്നൊക്കെ എനിക്കറിയാം എന്നൊക്കെ പറഞ്ഞതിന് ശേഷം നീ എന്തായാലും പോയിട്ട് തിരിച്ചു പോകാൻ, നല്ല സേഫായി തിരിച്ചു പോകാൻ എന്നൊക്കെ പറഞ്ഞ ശേഷം അവിടുന്ന് ഒരു കിസ്സും കൊടുത്ത് വിടുകയാണ് നമ്മുടെ ഹീറോനെ ചെയ്യുന്നത്. അപ്പോൾ നേരെ തന്നെ ബോട്ടും എടുത്തിട്ട് നമ്മുടെ ഹീറോ പോകുന്നുണ്ട്. ഹീറോ പോയതിനു ശേഷം ഏകദേശം ഇപ്പോൾ ഇരുട്ടായിട്ടുണ്ട്. ഹീറോ വാച്ചിൽ ടൈം നോക്കുമ്പോൾ ഏകദേശം 10-11 മണി ആയിട്ടുണ്ട്. നാളെ രാവിലെ 8 മണിക്കാണ് പൈസ ഇട്ട് ചെന്ന് കഴിഞ്ഞാൽ തന്നെ കുട്ടികളെ തരാമെന്ന് പറഞ്ഞിട്ടുള്ള മറ്റേ ഡീലേഴ്സ് ഉള്ളത്. അപ്പം ടൈം പോയിക്കൊണ്ട് നിൽക്കുകയാണ്, കുറച്ച് ടൈമും കൂടി ഉള്ളൂ. അപ്പോൾ പെട്ടെന്ന് തന്നെ നമ്മുടെ ഹീറോ അവിടുന്ന് റെസ്റ്റോറൻറ്റിലോട്ട് പോകുന്നുണ്ട്, ആ ദ്വീപിലെ റെസ്റ്റോറൻറ്റിലോട്ട് പോകുന്നുണ്ട്. നമ്മുടെ ഹീറോയുടെ ഫോണും കാര്യങ്ങളൊക്കെ നമ്മുടെ നിക്കോളാസ് വാങ്ങിച്ചു വെച്ചിരിക്കട്ടെ, അതായത് GPS ട്രാക്കൊന്നും ചെയ്യേണ്ട, ആരും ട്രാക്ക് ചെയ്യേണ്ട വെച്ചിട്ട് എന്താ പറയുക ഫോണും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചു വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഹീറോയുടെ കുറേ നേരം ഇരിക്കുന്നുണ്ട്, അവിടെ വരുന്ന വെയിറ്റേഴ്സിനെയും മാനേജേഴ്സിനെയും ആൾക്കാരൊക്കെ നോക്കുന്നുണ്ട്, ആരാണ് തൻ്റെ അടുത്തേക്ക് സാധനമായിട്ട് വരുന്നത് എന്നുള്ളത് നോക്കിയിരിക്കുന്നുണ്ട്. കുറേ നേരം ഇരുന്നിട്ടും ആരും വരുന്നത് കാണാനില്ല. അപ്പോൾ നിക്കോളാസിനെ വിളിക്കാൻ വിചാരിക്കുമ്പോൾ തൻ്റെ ഫോണൊക്കെ നിക്കോളാസ് വാങ്ങിച്ചു വെച്ചിരിക്കുകയാണ്. അപ്പോൾ വേറൊരാളുടെ ഫോൺ വാങ്ങിച്ചിട്ട് നിക്കോളസിൻ്റെ നമ്പർ അറിയാത്തതുകൊണ്ട് തന്നെ നേരെ ഭാര്യയ്ക്ക് വിളിക്കുകയാണ്. പക്ഷേ ഭാര്യയാണെങ്കിൽ തീരെ അറ്റൻഡ് ചെയ്യുന്നില്ല, കുറേ കോൾ ചെയ്തിട്ടും അറ്റൻഡ് ചെയ്യുന്നില്ല. ഭാര്യയുടെ ഫോണിൽ ഇരിക്കുന്ന ഒരു ഷോട്ട് കാണിക്കുന്നുണ്ട്, അതിനുശേഷം വോയിസ് മെയിൽ അയക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞതല്ല നിക്കോളാസ് എൻ്റെ ഫോൺ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ വിളിക്കുമ്പോൾ എടുക്കണം എന്നതൊക്കെ പറഞ്ഞതല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ആ വോയിസ് മെയിൽ അവിടെ നിന്ന് കട്ടാവുന്നുണ്ട്. അപ്പോൾ ഹീറോ ഇങ്ങനെ കുറേ നേരം ഇരിക്കുന്നുണ്ട്. കുറേ നേരം ഇരിക്കുമ്പോൾ ലാസ്റ്റ് നമ്മുടെ വെയിറ്റർ ബില്ല് കൊടുന്നു തരുമ്പോൾ ആ ബില്ലിലൊരു സാധനം എഴുതി വെച്ചിട്ടുണ്ട്, എന്താ പറയുക, നീ ഇനിയിവിടെ അധികം നേരം ഇരിക്കേണ്ട, മെല്ലെ വിട്ടോ, എന്താ പറയുക, നീ ഇവിടെ അധികം നേരം ഇരിക്കേണ്ട, നല്ല വിട്ടോ എന്ന് പറഞ്ഞാൽ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഹീറോ ഇതെന്താ വിളിച്ച് കളിയാക്കുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് നീച്ച് പോകുന്നുണ്ട്. അങ്ങനെ പോണ നേരത്ത് ഹീറോ എന്താ പറയുക തൻ്റെ ബോട്ടും എടുത്തിട്ട് തിരിച്ചു പോകാൻ നിൽക്കുകയാണ്. തിരിച്ചു പോകുമ്പോൾ വേറെ രണ്ട് സ്പീഡ് ബോട്ടുകൾ വന്നിട്ട് ഹീറോയുടെ ബോട്ടിലോട്ട് കയറുന്നുണ്ട്. ഹീറോയുടെ ബോട്ടിലോട്ട് തോക്കുകളൊക്കെ കാണിച്ചിട്ട് പറയുന്നുണ്ട്, ഇതാ ഞങ്ങളുടെ സാധനം ഇതാണ്, ഓക്കെ നിൻ്റെ ബോസിനെ വിളിച്ച് പറയും സാധനം കിട്ടി, ക്യാഷ് അയക്കാൻ പറയും, ക്യാഷ് അയച്ചാൽ മാത്രം നിന്നെ ഇവിടുന്ന് വിടുള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട്. ഹീറോ അങ്ങ് വോയിസ് മെയിൽ അയക്കുന്നുണ്ട്, നിക്കോളാസ് സാധനം കിട്ടിയിട്ടുണ്ട്, നീ ക്യാഷ് വേഗം അയക്കുന്നത് മാത്രമേ എനിക്കണ്ട് വരാൻ പറ്റത്തുള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ എത്രയൊക്കെ ടൈം കഴിഞ്ഞിട്ടും പൈസ വരുന്നില്ല, നിക്കോളാസ് മെസ്സേജും കാണുന്നില്ല, പൈസയും വരുന്നില്ല. അപ്പോൾ ഇവർക്കും ടെൻഷനായി, അതുപോലെ തന്നെ ഹീറോയ്ക്കും ടെൻഷനായി, ഇതിപ്പോൾ എന്തപ്പോൾ ചെയ്യുക എന്താ പറയുന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഇവർ പറയുന്നുണ്ട് നിന്നെ ഞാൻ കൊല്ലുമെന്നൊക്കെ പറഞ്ഞിട്ട് ഭീഷണി വിടുന്നുണ്ട്. നമ്മുടെ പാട്രി ആണെങ്കിൽ ഇതിപ്പോൾ എന്ത് കഷ്ടമാണെന്നൊക്കെ പറയുന്നുണ്ട്. എന്നാൽ ശരി നിൻ്റെ ഫോൺ എടുത്ത് വിളിക്കുക എന്ന് പറയുമ്പോൾ തന്നെ ഫോണിലോട്ട് ഒരു നോട്ടിഫിക്കേഷൻ വരും, മറ്റൊന്നുമല്ല നിക്കോളാസ് ക്യാഷ് അയച്ചിട്ടുണ്ട്. അപ്പോൾ എന്താ പറയുക ക്യാഷ് അയച്ചതിന് തുടർന്ന് തന്നെ ഇവർ വിട്ടിട്ടുമുണ്ട്. അപ്പോൾ ഇവരെന്താണ് കൊടുക്കുന്നതെന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ഹീറോ ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ മറ്റൊന്നുമില്ല, ഡ്രഗ്സ് തന്നെയാണ്. ഓക്കെ അപ്പോൾ എന്തേലും ആവട്ടെ ഇതിന് നിക്കോളാസിനെ സേഫായിട്ട് എത്തിച്ചു കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് എന്താ പറയുക തൻ്റെ ബോട്ടും എടുത്ത് പോവുകയാണ് നമ്മുടെ ഇവൻ ചെയ്യുന്നത്, പാട്രി ചെയ്യുന്നത്. നല്ല ഇരുട്ടായിട്ടുണ്ട്, ഇപ്പോൾ ഇവിടെ ഹീറോൻ്റെ ബോട്ട് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇത്രയും നേരം കഥ ഒരു ഇൻട്രസ്റ്റിങ്ങും ഇല്ലാതെ അതിൻ്റെ ഒരു ഫ്ലോക്ക് ഇങ്ങനെ പോയിക്കൊണ്ട് നിൽക്കുകയാണ്. ഇവിടെയാണ് വെച്ച് പണി കിട്ടുന്നത്, അതായത് ഹീറോൻ്റെ ബോട്ട് നൈസായിട്ട് പണി തന്നു. ഓക്കെ ഹീറോൻ്റെ ബോട്ട് നൈസായിട്ട് പണി തന്നു, അതായത് ഓടുന്നില്ല, വണ്ടി സാധനം സ്റ്റാർട്ടാവുന്നില്ല, ഒന്നുമില്ല, ആകെ പണി കിട്ടിയ പോലെ അവസ്ഥയിൽ നടുക്കടലിൽ നിൽക്കുകയാണ്. അതായത് ഒരു തരത്തിലും ഇവിടുന്ന് രക്ഷപ്പെടാൻ പറ്റാത്ത രീതിയിൽ നിൽക്കുകയാണ്. ഹീറോൻ്റെ കയ്യിലാണെങ്കിൽ ഡ്രഗ്സും ഉണ്ട്. ഹീറോയ്ക്ക് വേറെ വഴിയില്ല, GPS ഓണാക്കിയിട്ട് സേഫ് ഗാർഡ്സിനെ വിളിക്കാണ്ട് വേറെ വഴിയില്ല. അതുകൊണ്ട് ഹീറോ GPS ഓണാക്കിയിട്ട് ആൾക്കാരെ വിളിക്കുന്നുണ്ട്, ഞാൻ ഇന്ന സ്ഥലത്ത് കുടുങ്ങിക്കെടുക്കുകയാണ്, വന്ന് രക്ഷിക്കണം എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ ഹീറോ ഇങ്ങനെ ഇരിക്കുമ്പോൾ കുറച്ച് ടൈം വരുമ്പോഴേക്കും ഹീറോയ്ക്കാണ് ഓർമ്മ വന്നത് സാധനം കയ്യിൽ ഡ്രഗ്സ് ഇരിക്കുന്നുണ്ട്, ഇത് അവന്മാരെങ്ങാനും പൊക്കിക്കഴിഞ്ഞാൽ പോയി, ലൈഫ് മൊത്തം പോയി എന്ന് വെച്ചിട്ട് ആ ഹീറോ ആ വെച്ച സ്ഥലത്തുനിന്ന് മാറ്റിയിട്ട് വേറെ ഒരു സ്ഥലത്ത് കൊണ്ടുപോയി ഒളിപ്പിച്ച് വയ്ക്കുന്നുണ്ട്. അപ്പോൾ തന്നെ നമ്മുടെ ഈ ഗാർഡ്സും വന്നിട്ട് എന്താ പറയുക നീ എന്താ ഇവിടെ നിൽക്കുന്നത്, എന്താ ഈ രാത്രി ഇവിടെ നിൽക്കുന്നത് എന്നൊക്കെ പറയുമ്പോൾ ഹീറോ പറയും ഞാൻ ഫിഷിങ്ങിനൊക്കെ വന്നതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോ തള്ളും വിട്ട് നിൽക്കുന്നുണ്ട്. ഇവരാണെങ്കിൽ ബോട്ട് മൊത്തം ചെക്ക് ചെയ്യുന്നുണ്ട്, എന്തെങ്കിലും ദുരൂഹത ഉണ്ടോ നോക്കാൻ വേണ്ടിയിട്ട്. എൻ്റെ ഹീറോൻ്റെ ഡോക്യുമെൻറ്റ്സ് ഒക്കെ ചെക്ക് ചെയ്യുമ്പോൾ ഡോക്യുമെൻറ്റ്സ് ഒക്കെ പക്കയാണ്, അപ്പോൾ വേറെ സീനൊന്നുമില്ല എന്ന് കരുതുമ്പോൾ ഇവർക്ക് ഓക്കെ വേറെ സീനൊന്നുമില്ല എന്നൊക്കെ നോക്കുന്നുണ്ട്.
അതിനുശേഷം നമ്മുടെ ഒരു ഗാർഡാണെങ്കിൽ നേരത്തെ ഹീറോ വെച്ച സാധനമില്ലേ, അതായത് ആ എന്താ പറയുക വെച്ച ഇതിലൊക്കെ പോയി നോക്കുന്നുണ്ട്, അതായത് നേരത്തെ ഡ്രഗ് വെച്ച സ്ഥലമില്ലേ അവിടെയൊക്കെ പോയി നോക്കുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട് ഓക്കെ സാർ എല്ലാം സേഫാണ് എന്നൊക്കെ പറയുന്നുണ്ട്. അതിനുശേഷം ഹീറോയോട് പറയുന്നുണ്ട് ഈ ബോട്ട് ഇവിടെ വെച്ച് നന്നാക്കാൻ പറ്റത്തില്ല, നേരെ അടുത്തുള്ള ഒരു സിറ്റിയിലോട്ട് കൊണ്ടുവേണ്ടി വരും എന്നൊക്കെ പറഞ്ഞിട്ട് ഹീറോയ്ക്ക് വേറെ വഴിയില്ല, അടുത്ത സിറ്റിയിലോട്ട് പോയേ പറ്റത്തുള്ളൂ. അപ്പോൾ ആ ബോട്ടുമായിട്ട് വേറെ സിറ്റിയിലോട്ട് പോകുന്നുണ്ട്. ഹീറോ പെട്ടെന്ന് ആ ബാഗ് എടുത്തിട്ട് എന്താ പറയുക ബാഗിലെ സാധനം എടുത്തിട്ട് നിങ്ങൾ എങ്ങനെയും റെഡിയാക്കി വയ്ക്കും, ഞാൻ പെട്ടെന്ന് പോയി വരാം എന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടുന്ന് നൈസായിട്ട് ഓടുന്നുണ്ട്. കാരണം ആ ടൈമായി, അതായത് കുട്ടികളെ തരാമെന്ന് പറഞ്ഞ ടൈമായി. ഹീറോ പെട്ടെന്ന് ഒരു ബസ്സും കയറി ടെൻഷനും അടിച്ച് കയറി പോകുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടുന്ന് പോയി കട്ടായിട്ട് നമ്മൾ എലീനനെ വിളിക്കുന്നുണ്ട്. വീണ്ടും എലീനനെ വിളിക്കുമ്പോഴും കോള് ഇന്നലെ എവിടെയാണോ ഫോൺ ഇരുന്നത് അവിടെ തന്നെ ഫോൺ ഇരിക്കുന്നുണ്ട്, കോൾ ഇങ്ങനെ അടിക്കുന്നുണ്ട്, ആരും വന്ന് അറ്റൻഡ് ചെയ്യുന്നതും കാണാനില്ല. അപ്പോൾ ഹീറോ നല്ല ബസ്സും കാര്യങ്ങളൊക്കെ ഇറങ്ങി തൻ്റെ സിറ്റിയിലോട്ട് എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഹീറോ ആണെങ്കിൽ അവിടെ നിന്ന് ഓടിപ്പിടിച്ച് നിക്കോളസിൻ്റെ വീട്ടിലോട്ട് പോകുന്നുണ്ട്. നിക്കോളസിൻ്റെ വീട്ടിൽ പോയിട്ട് അവിടെ ഡോർ തുറക്കുമ്പോൾ ഒരു പെണ്ണാണ് ഒന്ന് തുറക്കുന്നത്. അതിനുശേഷം അതിൻ്റെ അകത്തോട്ട് മച്ചാൻ കയറും. ആ കയറുമ്പോൾ എൻ്റെ നിക്കോളസിൻ്റെ ഇതിൻ്റെ അടുത്തൊരു പാർട്ടി അടുത്തോട്ട് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ചേട്ടാ ഒരാളിവിടെ ടെൻഷൻ അടിച്ചൊരു സാധനം കൊടുന്നപ്പോൾ മച്ചാൻ ഇവിടെ പാർട്ടി നടത്തി വൈബായിക്കൊണ്ടിരിക്കുകയാണ്. അതെന്തായാലും ആവട്ടെ, അപ്പം ബാറ്ററി പറയും ഞാൻ സാധനം കൊടുത്തിട്ടുണ്ട്, എനിക്ക് എൻ്റെ ക്യാഷ് വേണമെന്ന് പറയും. അപ്പോൾ പെട്ടെന്ന് നമ്മുടെ നിക്കോളസിൻ്റെ സ്വഭാവം മാറും. നിക്കോളസ് നൈസായിട്ടൊരു തോക്ക് വന്നിട്ട് ചൂണ്ടിക്കാണിച്ചിട്ട് പറയും നീ എൻ്റെ ഇപ്പം പഴയ രീതിയിൽ നല്ല രീതിയിൽ ബിസിനസ് ചെയ്തുകൊണ്ടിരുന്നതാണ്, നീയാണ് എല്ലാം നിർത്തിയത്, എൻ്റെ ആഫ്റ്റർ മാരേജിന് ശേഷമാണ് നിൻ്റെ സ്വഭാവമൊക്കെ മാറിയത്, നീ എൻ്റെ എല്ലാ കൂട്ടുകളും വിട്ടതും ഒക്കെ വന്നത്, എനിക്ക് എൻ്റെ ഒപ്പം വീണ്ടും ബിസിനസ് ചെയ്യണമെന്നുണ്ട്, നീ എൻ്റെ ഒപ്പം തിരിച്ചു വരണം എന്നൊക്കെ പറയുന്നുണ്ട്. ഇവിടെ ആണെങ്കിൽ ചെറിയൊരു ഫൈറ്റ് പോലെയും അവർ അടിയാക്കുന്നുമുണ്ട്. അതൊന്നും പറ്റത്തില്ല, നിൻ്റെ ഒപ്പം ഇനി ഇല്ലീഗൽ ബിസിനസ് നടത്തിക്കൊണ്ടൊന്നും എനിക്ക് നടക്കാൻ പറ്റത്തില്ല, എനിക്ക് കുടുംബം കുട്ടികളൊക്കെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ചെറിയൊരു ഫൈറ്റ് പോലെ അവിടെ ഉണ്ടാകുന്നുണ്ട്. ഫൈറ്റ് പോലെ ഉണ്ടാകുമ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ പാട്രി പറയുന്നുണ്ട് നീയല്ല പ്രോമിസ് ചെയ്തത് എനിക്ക് പൈസ തരാം, എനിക്ക് പൈസ തന്നെങ്കിൽ എൻ്റെ കുട്ടികളെ ഒരു കൊല്ലും എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ നമ്മുടെ നിക്കോളസ് പറയുന്നുണ്ട് പൈസയ്ക്ക് ഞാൻ തരാം, പൈസ ഡ്രോയിലിരിക്കുന്നുണ്ട്, അടിയത്തെ വലിപ്പിലിരിക്കുന്നുണ്ട്, നീ പോയി എടുത്തോ എന്ന് പറയുന്നുണ്ട്. നമ്മുടെ പാട്രി ആണെങ്കിൽ പോയി നോക്കുമ്പോൾ പൈസ അവിടെ തന്നെ ഉണ്ട്, ക്യാഷ് ഫുൾ അവിടെ തന്നെ ഉണ്ട്. അത് എടുത്ത് നേരെ ഓടുകയാണ്. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എലീനയുടെ വീട്ടിലോട്ടാണ് ഓടുന്നത്. കാരണം ഇന്നലെ കോൾ എടുത്തിട്ട് എടുക്കുന്നില്ല. അപ്പോൾ എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയാണ്ട് എലീനയുടെ വീട്ടിലോട്ട് പോവുകയാണ്. ഇവിടെയാണ് ഒരു മാരക ട്വിസ്റ്റ് നമ്മൾ കാണുന്നത്. നമ്മൾ എലീനയുടെ റൂം തുറന്ന് നോക്കുമ്പോൾ നമ്മുടെ കുട്ടികൾ അവിടെ സേഫായിട്ട് ഇരിക്കുന്നു. ഇത് കണ്ടപ്പോൾ നമ്മുടെ മച്ചാൻ്റെ കിളി പോയി, അതായത് ഹീറോൻ്റെ കിളി പോയി, എന്ത് ഇവിടെ ഇരിക്കുന്നത്. അപ്പോൾ താങ്ക് ഗോഡ് നിങ്ങൾ ഇവിടെ സേഫായിട്ട് തന്നെ ഉണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് കുട്ടികൾ വന്ന് പറയുമ്പോൾ കുട്ടികൾ പറയും എന്താ പറ്റിയത്, ഞങ്ങൾ ഇന്നലെ മുതൽ ഇവിടെ തന്നെയല്ലേ, പിന്നെ എന്താണെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഹീറോയുടെ കിളി വീണ്ടും എന്ത് എനിക്കൊന്നും ഓർമ്മയില്ല, എൻ്റെ ഒപ്പം അങ്ങോട്ട് എൻ്റെ വീട്ടിലോട്ട് വന്നതും നീ മോൺസ്റ്ററിനെ കണ്ടു എന്ന് പറഞ്ഞിട്ട് ഞാൻ നിന്നെ ആയിട്ട് പുറത്ത് പോയി അത് കൺഫേം ചെയ്തതും ഒന്നും നിനക്ക് ഓർമ്മയില്ലേ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. നമ്മൾ ബോട്ടിൽ പോയതൊന്നും ഓർമ്മയില്ലേ എന്നൊക്കെ ആ പെണ്ണിനോടൊക്കെ ചോദിക്കുമ്പോൾ ഇവരാകെ പേടിച്ച് വരും. സത്യം പറയാലോ എനിക്കിപ്പോൾ ഡാഡിനെ കണ്ടിട്ട് നല്ല രീതിയിൽ പേടിയാവുന്നുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അവിടെ നിന്ന് ആ സീൻ അവിടെ നിന്ന് കട്ടായി കൊണ്ടുവയ്ക്കുമ്പോൾ പെട്ടെന്നാണ് നമ്മുടെ എലീന കയറി വരുന്നത്. എന്താണ് ഇവിടെ പ്രശ്നം ചോദിക്കുമ്പോൾ ഇവൻ അങ്ങ് ചൂടാവും, എന്താ നീ കോൾ എടുക്കാഞ്ഞത്, എന്താണ് ഇതാണെന്നൊക്കെ പറയുമ്പോൾ ഇത് പറയും ഞാൻ ഉറങ്ങിക്കിടുന്നു അതുകൊണ്ടാണ് കോൾ എടുക്കാഞ്ഞെന്നൊക്കെ പറയുന്നുണ്ട്. ഇവനാണെങ്കിൽ ഓരോന്ന് പറയുന്നുണ്ട്, നിനക്കൊന്നും ഓർമ്മയില്ലേ കുട്ടികളെ ഇവിടുന്ന് കാണാണ്ടായതും എന്താ പറയുക, അത് കണ്ടിട്ട് നമ്മൾ എന്താ പറയുക നിക്കോളസ് പറഞ്ഞ ഇതിൽ ഞാനൊരു ഡ്രഗ് എടുക്കാൻ പോയതും ഇതൊന്നും ഓർമ്മയില്ല, ഞാൻ പൈസ ആയിട്ടാണ് ഇവിടെ വന്നിട്ടില്ലെന്നൊക്കെ പറയുമ്പോൾ സത്യം പറയാലോ നമ്മുടെ എലീനയുടെ മോഹം ആകെ പോയി. സത്യം പറഞ്ഞാൽ എലീനയ്ക്ക് ഇവിടെ എന്താ നടക്കുന്നതെന്ന് പോലും അറിയത്തില്ല, ഇവൻ എന്താണ് പറയുന്നത്, എന്തിനെക്കുറിച്ചാണ് പറയുന്നതെന്നൊന്നും അറിയത്തില്ല. എലീന അങ്ങോട്ട് ചോദിക്കുന്നുണ്ട് എപ്പോഴാണ് നമ്മളെ കുട്ടികൾ കാണണ്ടായത്, എപ്പോഴാണ് നീ ഈ ബിസിനസ് ചെയ്യാൻ പോയത്, ഡ്രഗ് ഡീലർ ബിസിനസ് ചെയ്യാൻ പോയത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അവനാണെങ്കിൽ നിനക്കൊന്നും ഓർമ്മയില്ലേ എന്നൊക്കെ പറഞ്ഞ് ആകെ ഇതാവുന്നുണ്ട്. അപ്പോൾ ഇവൾ പറയുന്നുണ്ട് സത്യം പറയാലോ എനിക്കിപ്പോൾ നിന്നെ കാണുമ്പോൾ നല്ല രീതിയിൽ പേടിയാവുന്നുണ്ട്, നീ ഇവിടുന്ന് പെട്ടെന്ന് തന്നെ പോകണം, അല്ലെങ്കിൽ എനിക്കും കുട്ടികൾക്കും ജീവന് ആപത്താണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഹീറോ നൈസായിട്ട് ഇവിടുന്ന് ഒഴിവാക്കുന്നുണ്ട്. ആകെ പേടിച്ചിട്ട് ഒഴിവാക്കുന്നുണ്ട്, നീ ഇവിടെ നിൽക്കാൻ പറ്റത്തില്ല, അല്ലെങ്കിൽ നമ്മൾ പോലീസിനെ വിളിക്കും, നീ എന്തൊക്കെയാണ് ബന്ധമില്ലാത്ത കാര്യങ്ങൾ പറയുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ഹീറോനെ ഇവിടുന്ന് നൈസായിട്ട് ഒഴിവാക്കുന്നുണ്ട്. ഹീറോ ഞാൻ പോവുക എന്നൊക്കെ പറഞ്ഞിട്ട് ഹീറോ ഇവിടുന്ന് പോവുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ നൈസായിട്ട് ഹീറോ ഇവിടുന്ന് ആ ബാഗും എടുത്ത് ആ പൈസയും എടുത്ത് പോവുകയാണ് ചെയ്യുന്നത്. പൈസ എടുത്ത് പോകുമ്പോൾ അങ്ങനെ കാറിൽ പോകുമ്പോൾ അങ്ങനെ എന്താണ് ഈ മുറിവുകളൊക്കെ റിയലാണല്ലോ, അപ്പോൾ ഇന്നലെ രാത്രി എന്തോ പറ്റിയിട്ടുണ്ട്, നോക്കുമ്പോൾ തൊട്ടൊക്കെ വേദനിക്കുന്നുണ്ട്, അപ്പോൾ മുറിവുകളൊക്കെ റിയലാണ്, അപ്പോൾ ഇന്നലെ രാത്രി എന്തോ സംഭവിച്ചിട്ടുണ്ട് എന്നൊക്കെ ആലോചിച്ച് ഇങ്ങനെ ടെൻഷൻ അടിച്ച് പോകുമ്പോഴാണ് ഒരു വോയിസ് മെയിൽ വരുന്നത്. മറ്റാരെയല്ല തൻ്റെ ഭാര്യയുടെ വോയിസ് മെയിൽ തന്നെയാണ്. അതായത് ഹീറോ അവിടെ ഈ ഡ്രഗ് ഡീൽ നടത്തി, നിക്കോളസിനായിട്ട് ഈ ഡ്രഗ് ഡീൽ നടത്തി എന്ന് പറയുന്ന എല്ലാ റെക്കോർഡും നമ്മുടെ ഭാര്യ
എന്താ പറയുക, ഹീറോ അറിയാതെ റെക്കോർഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അതാണ് റെക്കോർഡ് ചെയ്ത് വെച്ചിരുന്നത്. അപ്പോൾ ഹീറോ ആണെങ്കിൽ ഇതെന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് തിരിച്ച് വിളിക്കുന്നുണ്ട്. തിരിച്ച് വിളിക്കുമ്പോഴാണെങ്കിൽ ഹീറോയിൻ ഫോൺ എടുക്കുന്നുമില്ല. അപ്പോഴാണ് വീണ്ടും ഒരു വോയിസ് മെയിൽ, എന്താ പറയുക, ഇത്രയും കാലം നീ ഗാംബ്ലിങ് ചെയ്തിട്ടും പൈസ ഒക്കെ കടം വരുത്തിയോണ്ടാണ് ഞാൻ നിൻ്റെ ഒപ്പം ജീവിക്കാഞ്ഞത്. ഇതിപ്പോൾ നീ ഭ്രാന്തനം പോലെ ആയിട്ടുണ്ട്. അപ്പോൾ എനിക്ക് തീരെ നിൻ്റെ ഒപ്പം ജീവിക്കാൻ പറ്റത്തില്ല. നീ എന്തായാലും എന്താ പറയുക, കുട്ടികളെയും ഇതിനൊക്കെ എനിക്ക് തരാൻ, ഞാൻ തിരിച്ച് അമേരിക്കയിലോട്ട് പോവാണ്. അപ്പോൾ കുട്ടികളെ തിരിച്ചു തരണം എന്നുള്ള ഡോക്യുമെൻറ്റ് നീ സൈൻ ചെയ്യണം, അല്ലെങ്കിൽ ഈ റെക്കോർഡ് മൊത്തം ഞാൻ പോലീസുകാർക്ക് അയച്ചു കൊടുക്കും, നീ മൊത്തം ജയിലിൽ കിടക്കേണ്ടി വരും എന്നൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്താണ് ഭാര്യ ചെയ്യുന്നത്. ഇവനാണെങ്കിൽ ആകെ കലിപ്പായിട്ട് നിൽക്കുക. കാരണം ഇന്നലെ നടന്ന സംഭവങ്ങളൊക്കെ ആലോചിച്ച് ഇവൻ ആകെ പ്രാന്ത് പിടിച്ചത്. അതിൽ കൂടി ഇതും കൂടി ആയപ്പോൾ അവൻ ആകെ കൂടി പ്രാന്തായ രീതിയിലാണ് ഇപ്പോൾ ഹീറോ നടക്കുന്നത്. അതിൻ്റെ ഇടയിൽ കൂടെയാണ് തൻ്റെ വൈഫിൻ്റെ ഒരു ബ്ലാക്ക് മെയിലിംഗ് കൂടി ആയപ്പോൾ ആകെ പ്രാന്തായിട്ടാണ് ഹീറോ പോകുന്നത്. ശരി എന്താണെന്നൊക്കെ അറിയാനായിട്ട് ഹീറോയിൻ്റെ അടുത്തോട്ട് തന്നെ പോയി ചോദിക്കാമെന്ന് വെച്ചിട്ട് ഹീറോയിൻ്റെ അപ്പാർട്ട്മെൻറ്റിലോട്ട് പോകുന്നുണ്ട്. എന്നാൽ അവിടെ പോയിട്ടാണെങ്കിൽ ഇവൻ അതിൻ്റെ ഉള്ളിലോട്ട് കയറുന്നില്ല. പുറത്ത് നിന്നിട്ട് ഇങ്ങനെ ആലോചിക്കുകയാണ്, എന്തായാലും ഞാനിപ്പോൾ പോയി കഴിഞ്ഞാൽ അവൾ എന്നോട് സംസാരിക്കത്തില്ല, അതുകൊണ്ട് കുട്ടികളുമായി സംസാരിക്കാമെന്ന് വിചാരിച്ച് കുട്ടികൾ വൈകുന്നേരങ്ങളിൽ ഹോഴ്സ് റൈഡിങ് പഠിക്കാനായിട്ട് പോകുന്ന ആ സ്ഥലത്തോട്ട് നമ്മുടെ ഹീറോ പോവുകയാണ്. അവിടെ പോയിട്ട് കുട്ടികളുമായി സംസാരിക്കാനുള്ള രീതിയിൽ നിൽക്കുകയാണ്. അതിനുശേഷം കുട്ടികളെ വിളിച്ചു കൊണ്ടിട്ട് അവൻ ചോദിക്കുകയാണ്, അല്ല മക്കളെ, നിങ്ങൾക്ക് ശരിക്കും ഒന്നും ഓർമ്മയില്ലേ? എന്താ പറയുക, എന്നിട്ട് ജോലിനോട് ചോദിക്കുന്നുണ്ട്, ആ ചെക്കനോട് ചോദിക്കുന്നുണ്ട്, നിനക്ക് ശരിക്കും ഓർമ്മയില്ലേ നീ ഇന്നലെ മോൺസ്റ്ററിനെ കണ്ടു എന്ന് പറഞ്ഞ് ഞെട്ടി എണീച്ചതും ഞാൻ നിന്നെ കൊണ്ടുപോയിട്ട് ഒന്നുമില്ല എന്നൊക്കെ കാണിച്ചെന്തോന്നും നിനക്ക് ഓർമ്മയില്ലെന്നൊക്കെ ചോദിക്കുമ്പോൾ ഇവൻ പറയും, എനിക്ക് എന്തൊക്കെ കണ്ട പോലെ തോന്നുന്നുണ്ട്, എന്നാൽ പെട്ടെന്ന് രാവിലെ എണീച്ചപ്പോൾ മമ്മിയുടെ വീട്ടിലായിരുന്നു, അതുകൊണ്ട് എനിക്കൊന്നും ഓർമ്മയില്ല എന്നൊക്കെ ഇവൻ പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഈ പെണ്ണിനോടും ചോദിക്കുന്നുണ്ട്, നിനക്കും ഒന്നും ഓർമ്മയില്ലേ, നമ്മൾ ഫിഷിങ്ങിന് പോയതും ബോട്ടിങ്ങിന് പോയതും ഒന്നും നിനക്കൊന്നും ഓർമ്മയില്ലെന്ന് ചോദിക്കുമ്പോൾ ഇവളും പറയും, എന്തൊക്കെ നടന്നതായിട്ട് പോലെ തോന്നുന്നുണ്ട്, എന്നാൽ നടക്കാത്തതായിട്ട് തോന്നുന്നുണ്ട്, ശരിക്കും അച്ഛൻ എന്താ പറയുന്നത് എനിക്ക് ശരിക്കും പേടിയാവുന്നുണ്ട് എന്നൊക്കെ ഇവർ പറയുന്നുണ്ട്. അപ്പോഴാണ് പെട്ടെന്ന് നമ്മുടെ എലീന ഈ കോൺവെർസേഷനോട്ട് കയറി വരുന്നത്. എന്നിട്ട് എന്താണ് പ്രശ്നം, നീ മാറി നിൽക്ക് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഇവനാണെങ്കിൽ ചൂടായിട്ട് പറയുന്നുണ്ട്, അല്ല നീ ബ്ലാക്ക് മെയിലിംഗ് ഒക്കെ തുടങ്ങിയോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇവളാണെങ്കിൽ ബ്ലാക്ക് മെയിലിംഗ് ഒന്നുമല്ല, ഇത് ഞങ്ങളുടെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാണ്, നീ ഇപ്പോൾ ഒരു പ്രാന്തനെ പോലെയാണ് സംസാരിക്കുന്നത്, നടക്കാത്ത കാര്യങ്ങൾ നടന്ന പോലെയൊക്കെയാണ് നീ പറയുന്നത്, ഇത് ഞങ്ങളുടെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാണ്, അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇന്ന് തന്നെ എന്താ പറയുക അമേരിക്കയിലോട്ട് തിരിച്ചു പോകുന്നത്, നീ എന്തായാലും ഇന്ന് രാത്രി വന്നിട്ട് ആ ഡോക്യുമെൻറ്റിലൊക്കെ സൈൻ ചെയ്തിട്ട് കുട്ടികളെയും കണ്ടിട്ട് പൊക്കോ, ഞങ്ങൾ നാളെ രാവിലെ തന്നെ പോകും എന്ന് ഇവൾ പറയുന്നുണ്ട് നമ്മുടെ ഹീറോയിനോട്. അപ്പോൾ ഇവിടുന്ന് സീൻ കട്ടായിട്ട് എന്താ കാണിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹീറോ ആകെ പ്രാന്ത് പിടിച്ച് കിളി പോയ അവസ്ഥയിലാണ് നടക്കുന്നത്. എന്താണെന്ന് അറിയാണ്ടാണ് നടക്കുന്നത്. കാരണം ഇന്നലെ നടന്ന ഒന്നും ഇവർക്ക് ഓർമ്മയില്ല, എന്തൊക്കെയാണ് സംഭവിച്ചെന്നുള്ള ആകെ കിളി പോയിട്ടാണ് ഹീറോ തൻ്റെ വീട്ടിലോട്ട് വരികയാണ്. വീട്ടിലോട്ട് വന്നതിന് ശേഷം കുളിക്കാൻ നിൽക്കുമ്പോഴാണ് ഹീറോ തൻ്റെ ടോയ്ലറ്റിൽ ഒരു ടാബ്ലറ്റിൻ്റെ പോലത്തെ പോലത്തെ ഒരു കവർ എടുക്കുന്നത് കാണുന്നത്. അപ്പോഴാണ് ഹീറോ മനസ്സിലാക്കിയത്, കഴിഞ്ഞ ശേഷം ജോലി ഇതുപോലെ എന്താ പറയുക ഫ്ലഷ് അടിക്കാൻ നോക്കിയപ്പോൾ ഓണായിട്ടില്ല, അത് 2 വട്ടം അമർത്തണം എന്നാൽ മാത്രമേ ഓണാകത്തുള്ളൂ, അത് ഇവർക്ക് മാത്രമേ അറിയത്തുള്ളൂ. അപ്പോൾ ഇവർക്ക് ആർക്കും അറിയാത്ത ഒരാൾ ഇവിടെ വന്നിട്ടുണ്ട് എന്നുള്ള കാര്യം ഉറപ്പായി. അപ്പോഴാണ് ഹീറോ എന്താ പറയുക ഈ ടാബ്ലറ്റിൻ്റെ കവറായതുകൊണ്ട് തന്നെ അത് ഹീറോയിൻ്റെ ആയിരിക്കുമോ എന്ന് കരുതിയിട്ട് ഹീറോയിൻ്റെ അപ്പാർട്ട്മെൻറ്റിലോട്ട് പോവുകയാണ്. ഹീറോയിൻ്റെ അപ്പാർട്ട്മെൻറ്റിലോട്ട് പോയപ്പോഴാണെങ്കിലോ അവിടെ വെച്ചാൽ അവരിവിടെ കുറച്ച് ചെക്കൗട്ട് ചെയ്ത് കഴിഞ്ഞു, ഓൾറെഡി എലീനൊക്കെ ചെക്കൗട്ട് ചെയ്ത് കഴിഞ്ഞു മക്കളെയും കൊണ്ട്. അപ്പോൾ ഹീറോ ഒരു സാധനം എടുക്കാൻ മറന്നു എന്ന് പറഞ്ഞിട്ട് ആ അപ്പാർട്ട്മെൻറ്റിൻ്റെ ഓണറിൻ്റെ കയ്യിൽ നിന്ന് കീയും വാങ്ങിച്ചിട്ട് നേരെ ആ റൂമിലോട്ട് കയറുകയാണ്, നമ്മുടെ ഹീറോയിൻ്റെ റൂമിലോട്ട് കയറുകയാണ് എന്താണെന്ന് കയറാനായിട്ട്. അപ്പോൾ എന്താ പറയുക, ഹീറോയിൻ്റെ റൂമിലോട്ട് കയറിയതിന് ശേഷം ഹീറോയിൻ ഉപയോഗിക്കുന്ന ടാബ്ലറ്റ്സ് എടുത്തിട്ട് ചെക്ക് ചെയ്യുകയാണ്. ചെക്ക് ചെയ്യുമ്പോൾ അന്ന് ഇതുപോലെ ഒരു ഡ്രഗ് ഉപയോഗിക്കുന്നു എന്ന് പറയുന്നുണ്ടായിരുന്നില്ലേ നമ്മുടെ ആദ്യത്തെ ഷോട്ടിൽ. അപ്പോൾ ആ ഡ്രഗിൻ്റെ കവറിൻ്റെ നോക്കി, ഡ്രഗ് അല്ല ഒരു തരം മെഡിസിനാണ്, ആ മെഡിസിൻ്റെ കവർ നോക്കിയപ്പോൾ അവൻ ആ ടോയ്ലറ്റിൽ നിന്ന് കിട്ടിയ കവറും ഈ മെഡിസിൻ്റെ കവറുമായിട്ട് കറക്റ്റായി മാച്ച് ആവുന്നുണ്ട്, കറക്റ്റായിട്ട് പൊട്ടിച്ച ആ മാച്ച് ആവുന്നുണ്ട്. അപ്പോൾ അവന് ഹീറോയിൻ അപ്പം തന്നെ നമ്മുടെ ഹീറോയ്ക്ക് കിളിപ്പോയി, എന്താണ് ഇവിടെ സംഭവിക്കുന്നത്, എന്തിനാണ് ഇവിടെ ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്നുള്ളത് കിളിപ്പോയി. അപ്പോൾ ഹീറോയ്ക്ക് ഒട്ടുമിക്ക കാര്യങ്ങളൊക്കെ പിടി കിട്ടി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഹീറോ ആണെങ്കിൽ നേരെ എയർപോർട്ടിലോട്ട് പറപ്പിച്ച് വിട്ടുകൊണ്ടിരിക്കുകയാണ്. എന്താ പറയുക, എന്താണെന്ന് കാര്യങ്ങളൊക്കെ ചോദിക്കാനായിട്ട് ഹീറോ നേരെ വിട്ടുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് ഹീറോയിനോട് വിളിച്ച് പറയുന്നുണ്ട്, ഞാനിപ്പോൾ അങ്ങോട്ട് വന്നോട്ട് നീ എങ്ങോട്ടും പോകരുത്, നീ എല്ലാം പറഞ്ഞാൽ ഡോക്യുമെൻറ്റിൽ സൈൻ ചെയ്യണം, ഞാൻ സൈൻ ചെയ്യാം, നീ എങ്ങോട്ടും പോകരുത് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോഴാണ് യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചതെന്നുള്ളത് ആ ഫ്ലാഷ് ബാക്ക് നമുക്ക് കാണിച്ചു തരുന്നത്. സത്യം പറഞ്ഞാൽ അന്ന് രാത്രി വന്നത് മറ്റാരുമല്ല, നമ്മുടെ ഹീറോയിൻ തന്നെയാണ്, എലീന തന്നെയാണ് വന്നത്. നമ്മുടെ ഹീറോ മദ്യപിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ തന്നെയാണ് എലീന വന്നിട്ട് വീട്ടിൽ നിന്ന് കൊടുക്കുന്ന ആ മെഡിസിൻ ഇല്ലേ, ആ മെഡിസിൻ ഒരു ബോട്ടിൽ ഇതുപോലെ ആക്കി അതിൻ്റെ കവർ ഫ്ലഷ് അടിച്ച് കളയാൻ നോക്കുന്നുണ്ട്. ബട്ട് അവൾക്കറിയില്ലല്ലോ, ആ ഫ്ലഷ് 2 വട്ടം അമർത്തിയാൽ മാത്രമേ അത് പ്രോപ്പറായി വർക്ക് ആവുള്ളൂ, അവൾക്കറിയത്തില്ല. അതുകൊണ്ട് തന്നെ അവൾ 1 വട്ടം അമർത്തി, പക്ഷേ ആ കവർ പോയിട്ടുണ്ടായിരുന്നില്ല. അതാണ് നമ്മുടെ ഹീറോയ്ക്ക് കിട്ടിയത്. ആ ഡ്രഗ് എടുത്തിട്ട് എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ നൈസായിട്ട് കുത്തിവയ്ക്കുകയാണ് ചെയ്യുന്നത്. ഈ മെഡിസിൻ ശരിക്കും ഒരു ഡ്രഗാണ്. ഓക്കെ, അതായത് നമ്മൾ ആദ്യത്തെ ഷോട്ടിൽ കാണിച്ചില്ലേ ഇവളൊരു ഡ്രഗ് യൂസ് ചെയ്യുന്ന ഒരു പെണ്ണാണെന്നൊക്കെ പറയുന്നത്, സത്യം പറഞ്ഞാൽ അതൊരു മെഡിസിൻ ആണെങ്കിൽ പോലും അതൊരു ഡ്രഗാണ്. അതായത് വലിയൊരു മേത്ത് കുത്തിവയ്ക്കുമ്പോൾ തന്നെ അത്യാവശ്യം എഫക്റ്റ് ആവുന്ന ഒരു സാധനമാണ്. അപ്പോൾ പിള്ളേരുടെ കാര്യത്തിൽ പറയണ്ടല്ലോ. അപ്പോൾ ഇവൾ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ ഇവരെ കുത്തിവയ്ക്കുകയാണ് ചെയ്തത്. അതുകൊണ്ട് തന്നെയാണ് ഈ പിള്ളേർക്ക് പല കാര്യങ്ങളും ഓർമ്മയില്ലാതായത്, അന്ന് നടന്ന സംഭവങ്ങളൊന്നും ഓർമ്മയില്ലാണ്ടായത്.
അതിനുശേഷം ഇവൾ നൈസിൽ ആ കുട്ടികളുമായിട്ട് കാറിൽ കയറ്റിയിട്ട് ഇവളെ വീട്ടിലോട്ട് കൊണ്ടുവരികയാണ് സത്യം പറഞ്ഞാൽ അന്ന് രാത്രി സംഭവിച്ചത്. ഓക്കെ, അങ്ങനെ വീട്ടിലോട്ട് എത്തി ഒന്നും അറിയാത്ത പോലെയാണ് ഇവൾ ഹീറോനെ വിളിച്ചത്. എന്നിട്ട് കുട്ടികളെവിടെ, ഞാൻ വീട്ടിലെത്തി എന്നൊക്കെ പറഞ്ഞത്. അപ്പോഴാണ് ഹീറോ മറ്റേ സംഭവങ്ങളൊക്കെ പറഞ്ഞത്, കുട്ടികളെ കാണാനില്ല എന്നൊക്കെ പറഞ്ഞത്. ഇത്രയൊക്കെ മാസ്റ്റർ മൈൻഡൊക്കെ ഒപ്പിച്ച് വെച്ചിട്ടും ഇവൾ എയർപോർട്ടിൽ നിൽക്കുകയാണ്. എയർപോർട്ടിലോട്ട് നല്ല കലിപ്പിൽ വന്നുകൊണ്ട് നിൽക്കുകയാണ് നമ്മുടെ ഹീറോ. അപ്പോൾ ആ ഹീറോ വന്നതിന് ശേഷം കുട്ടികളാകുമ്പോൾ കുട്ടികൾ പറയുന്നുണ്ട്, അല്ല അച്ഛാ, അച്ഛൻ ഞങ്ങളുടെ ഒപ്പം അമേരിക്കയിലോട്ട് വന്നിട്ട് അന്നുകൂടെ ഒന്ന് പോയിക്കുന്നുണ്ട്. അപ്പോൾ അച്ഛൻ പറയുന്നുണ്ട്, ഞാൻ വരുന്നില്ല, അതുപോലെ തന്നെ അമേരിക്കയിലോട്ട് അമ്മ മാത്രമേ പോകുന്നുള്ളൂ, നിങ്ങളും പോകുന്നില്ല എന്ന് പറഞ്ഞിട്ട് കുട്ടികളങ്ങ് മാറ്റുന്നുണ്ട്. എന്നിട്ട് ഇവളോട് ചോദിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഹീറോയോട് ചോദിക്കുന്നുണ്ട്, അല്ല നീയല്ല പറഞ്ഞു ഇവിടെ വന്ന് ഡോക്യുമെൻറ്റ്സ് സൈൻ ചെയ്യാനാണ് വന്നത്, പിന്നെ നിൻ്റെ സ്വഭാവമൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഹീറോ പൊട്ടിത്തെറിച്ച് പറയുന്നുണ്ട്, അല്ല നീ കുട്ടികളുടെ മേലെ ഡ്രഗ് യൂസ് ചെയ്യൂലേ, നീ എന്താ ഇവിടെ താമസിക്കണമെങ്കിൽ താമസിക്കണ്ട, പക്ഷെ നീ എന്തിനാണ് കുട്ടികളുടെ മേലെ ഇങ്ങനെ ചെയ്യുന്നത്, നീ എന്തിനാണ് എന്നെ മോശക്കാരനാക്കുന്നതെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. എന്നെ മോശക്കാരനാക്കുന്നത് ഓക്കെ, നീ തന്നെ കുട്ടികളുടെ മേലെ ഡ്രഗ് യൂസ് ചെയ്യുന്നത്, അവർക്ക് എന്തെങ്കിലും പറ്റിയാലോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, നിനക്ക് ഇവിടുന്ന് കുട്ടികളെ കൊണ്ടുപോകാൻ പറ്റത്തില്ല, നീ ഇവിടുന്ന് കുട്ടികളെ കൊണ്ടൊക്കെ ഞാൻ അപ്പം അവിടെ പോലീസിൽ അറിയിക്കുമെന്ന് ഇവൻ പറഞ്ഞ് ഭീഷണിപ്പെടുത്തുന്നുണ്ട് ഇവളെ. അപ്പോൾ ഇവളാണെങ്കിൽ തിരിച്ചു പറയുന്നുണ്ട്, ഓ നിനക്കെല്ലാം മനസ്സിലായില്ലേ, എന്നാൽ നിനക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല, കാരണം ഏത് പോലീസുകാരാണ് വിശ്വസിക്കുക, സ്വന്തം മക്കളേനെ അമ്മ ഡ്രഗ് കൊടുത്തു അവരെ മയക്കി എന്നൊക്കെ പറഞ്ഞാൽ ആരും വിശ്വസിക്കത്തില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇവൻ പറയുന്നുണ്ട്, തിരിച്ചു പറയുന്നുണ്ട്, നീ ഇങ്ങനെയൊക്കെ പറയുന്നത് എനിക്ക് നല്ല ബോധ്യം ഉണ്ടായിരുന്നു, അതുകൊണ്ട് തന്നെ ഞാൻ വരുന്ന വഴിക്കൊരു ഡോക്ടറെ കണ്ടിട്ടാണ് വന്നത്, അടുത്ത 48 മണിക്കൂറിലും കുട്ടികളുടെ ബോഡിയിൽ ഈ ഡ്രഗിൻ്റെ ഇതുണ്ടായിരിക്കും, അതുകൊണ്ട് അവരുടെ ഒരു മുടി മാത്രം കിട്ടിയാൽ മതി ഈ ടെസ്റ്റുകളെല്ലാം വിജയിക്കാം, അതുകൊണ്ട് നീ കൊണ്ടുപോകണമെങ്കിൽ കൊണ്ടൊക്കോ, നീ എന്തായാലും അവിടെ എത്രാണ്ട് മുന്നേ നിന്നെ പോലീസ് പിടിക്കും എന്നൊക്കെ പറയുന്നുണ്ട്. അതിനുശേഷം പറയുന്നുണ്ട്, നീ എന്തിനാണ് എന്നെ നിക്കോളസിൻ്റെ കയ്യിലോട്ട് ഇത് വയ്ക്കിട്ട് കുട്ടികളെ ചെയ്തു, അതുപോലെ തന്നെ എന്നെ നിക്കോളസിൻ്റെ കയ്യിലോട്ട് ഇത്ര വലിയ റിസ്ക് പിടിച്ച് തോൽവിക്ക് എന്തിനാണ് വിട്ടത്, ഒക്കെ നിൻ്റെ പ്ലാൻ ആയിരുന്നില്ലേ എന്നൊക്കെ പറഞ്ഞ് ഷൗട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവൾ പറയുന്നുണ്ട്, ഞാൻ ഇങ്ങനെയൊന്നും വിചാരിച്ച് ചെയ്തതല്ല, എന്താ പറയുക, എനിക്ക് ഈ കുട്ടികളെ ഇവിടുന്ന് കൊണ്ടുപോകണമെന്ന് മാത്രമേ ഉള്ളൂ, അതുപോലെ തന്നെ നിന്നെ നിക്കോളാസിൻ്റെ അടുത്തേക്ക് ഇത്ര റിസ്ക് പിടിച്ച് ജോലിക്ക് വിടണമെന്ന് എനിക്ക് താല്പര്യം ഉണ്ടായിരുന്നില്ല, എന്താ പറയുക, നിന്നെക്കൊണ്ട് നിക്കോളാസിൻ്റെ പണം വാങ്ങിപ്പിച്ചു, എന്തായാലും അതൊരു ഇല്ലീഗൽ മണി ആയിരിക്കുമല്ലോ നിക്കോളാസിൻ്റെ മണി, അതുകൊണ്ട് നിന്നെ പിടിപ്പിക്കാൻ ഭീഷണിപ്പെടുത്താമെന്ന് മാത്രമേ വിശ്വസിച്ചിട്ടുള്ളൂ, അല്ലാതെ വേറെ ഒന്നും വിചാരിച്ചില്ല എന്നൊക്കെ പറഞ്ഞ് എന്താ പറയുക ഇവളുടെ ന്യായീകരണങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ ഇവൻ പറയുന്നുണ്ട്, നീ പറഞ്ഞത് എന്തും ഓക്കെ, പക്ഷെ നീ കുട്ടികളുടെ മേലെ ഇങ്ങനെ ഡ്രഗ് കൊടുത്തൊന്നും ഒരിക്കലും ശരിയാകത്തില്ല, അതുകൊണ്ട് എനിക്ക് ഒരിക്കലും നിൻ്റെ ഒപ്പം കുട്ടികളെ വിടാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞ് അവളോട് ദേഷ്യപ്പെട്ടിട്ട് കുട്ടികളുമായിട്ട് ഞാൻ പോവാണ് എന്തായിരുന്നൊക്കെ പറഞ്ഞിട്ട് പോവാണ് നമ്മുടെ ഹീറോ ചെയ്യുന്നത്. പോകാനായിട്ട് മുന്നേ ഇവളൊരു കാര്യം പറയുന്നുണ്ട് ഇവളോട്, എന്താ പറയുക, അപ്പോൾ ഹീറോയിനോട് പറയുന്നുണ്ട്, ഞാൻ ഇതൊന്നും അങ്ങനെ വിചാരിച്ച് ചെയ്തതല്ല, അതുപോലെ തന്നെ നിന്നെ ആ റിസ്ക് പിടിച്ച പണിയിലോട്ട് വിടണം എന്നൊന്നും എൻ്റെ പ്ലാനിലുണ്ടായിരുന്നില്ല സത്യമായിട്ടും, അതുപോലെ തന്നെ നിന്നെ വിടണം നേരത്തെ തന്ന ആ കിസ്സില്ലേ, ആ കിസ് ഞാൻ ശരിക്കും ഫീൽ ചെയ്ത് തന്നാന്നൊക്കെ നമ്മുടെ ഹീറോയിനോട് പറയുന്നുണ്ട്. ഹീറോ കുട്ടികളുമായിട്ട് തൻ്റെ വീട്ടിലോട്ട് തന്നെ തിരിച്ചു പോരുന്നതും ചെയ്യുന്നുണ്ട്. തിരിച്ചു പോരുന്ന വഴിക്ക് നമ്മുടെ മറ്റാളില്ലേ, ആദ്യം കണ്ട ഒരാൾ, ആദ്യം ഒരു പൈസ തരണം എന്നൊക്കെ പറഞ്ഞിട്ട് വീടിൻ്റെ മുന്നിൽ വന്ന് നിന്ന ആളില്ലേ, ആൾക്ക് നമ്മുടെ ഹീറോ മെസ്സേജ് ഉണ്ടായിരുന്നില്ല, നീ എന്തിനാണ് കുട്ടികളെ തട്ടിക്കൊണ്ടുപോയത്, നിനക്ക് തരാനുള്ള പൈസയ്ക്ക് ഞാൻ തരാം, എൻ്റെ വീടും പറമ്പൊക്കെ വിറ്റിട്ടായാലും നിനക്ക് പൈസ തരാം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അയാളുണ്ട് തിരിച്ച് മെസ്സേജ് അയച്ചിരിക്കുന്നത്, ഞാൻ കുട്ടികളുടെ മേലൊന്നും കൈവയ്ക്കില്ല, പിന്നെ നീ പറഞ്ഞിട്ടില്ലേ എന്താ പറയുക വീടും പരിസരമൊക്കെ തരാം, അതെന്തായാലും തായോ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഇവനും തിരിച്ചു പറയുന്നുണ്ട്, സോറി അതൊരു മിസ്അണ്ടർസ്റ്റാൻഡിങ്ങിൽ പറ്റിയതാണ്, നീ കുട്ടികളെ തട്ടിക്കൊണ്ടുപോയെന്നുള്ളതൊക്കെ, എന്തായാലും നിനക്ക് തരാനുള്ള പൈസ എൻ്റെ കയ്യിൽ ഇപ്പോൾ ഉണ്ട്, നീ രാവിലെ വന്ന് വാങ്ങിച്ചോളൂ എന്ന് പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അവിടെ നിന്ന് സീൻ കട്ടായിട്ട് കാണിക്കുന്നത് കുട്ടികളൊക്കെ നല്ല രീതിയിൽ ഹാപ്പി ആയിട്ടൊക്കെ വീണ്ടും വീട്ടിലിരിക്കുന്നുണ്ട്. ഓക്കെ, നല്ല രീതിയിൽ ഹാപ്പി ആയിട്ട് ഇരിക്കുന്നുണ്ട്. ഇവനാണെങ്കിൽ ഓരോന്നൊക്കെ ആലോചിച്ചിട്ടും എന്താ പറയുക പഴയ നമ്മുടെ ഹീറോയിൻ്റെ ഫോട്ടോ, അവരൊപ്പമുള്ള ഫാമിലിയുടെയൊക്കെ ഫോട്ടോ സന്തോഷമായി ജീവിച്ചിരുന്ന സമയമൊക്കെ ആലോചിച്ചിരിക്കുന്നുണ്ട്. അപ്പോൾ ആ സീനിൽ തന്നെ അവരുടെ ബാക്കിൽ എലീനയുടെ പോലെ തന്നെ ഒരു സ്ത്രീ വന്ന് നിൽക്കുന്നതായിട്ടാണ് കാണിക്കുന്നത് ലാസ്റ്റ് മൂവിയിൽ. അതെന്താണെന്ന് അറിയത്തില്ല, ഇനി ചിലപ്പോൾ എല്ലാം മറന്നുകൊണ്ട് ഹീറോയിൻ പുതിയൊരു ജീവിതം ജീവിക്കാൻ വേണ്ടിയിട്ട് ഹീറോയുടെ അടുത്തേക്ക് വന്നേക്കാം, അല്ലെങ്കിൽ എന്ത് തന്നെ ആയാലും ഞാൻ കുട്ടികളെ ഇവിടുന്ന് കൊണ്ടുപോകും എന്നുള്ള ഒരു വൈരാഗ്യത്തിൽ വന്നതായിരിക്കാം. എന്തെന്നായാലും ഒരു അടിപൊളി മൂവിയായിരുന്നു. നിങ്ങൾക്ക് ഞാനിത് ആദ്യത്തെ വീഡിയോ ആണ്, എനിക്കറിയത്തില്ല എങ്ങനെയൊക്കെയാണ് റെക്കോർഡ് ചെയ്യേണ്ടതെന്നുള്ള കാര്യം. അപ്പോൾ എന്തെങ്കിലുമൊക്കെ മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നെക്സ്റ്റ് ഏത് മൂവി വേണമെന്നുള്ളത് കമൻറ്റ് ചെയ്യുക. നമ്മൾ എന്തായാലും അടുത്ത വീഡിയോ ചെയ്യുന്നതായിരിക്കും. അതുപോലെ തന്നെ അടുത്തൊരു വീഡിയോ കാണുന്നതായിരിക്കും. ഓക്കെ, ബൈ ബൈ ഗായ്സ്.